കേരളത്തിൽ മഴ പെയ്യാൻ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥന നടന്നു. എല്ലാ മതവിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ സർവ്വമത പ്രാർത്ഥനയാണ് സംഘടിപ്പിച്ചത്. പ്രാർത്ഥന തമിഴ് മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നുകൂടിയാണ്. സംസ്ഥാനത്ത് മഴ കുറവായതിനാൽ ഇതുവരെയും തമിഴ്നാട്ടിലേക്ക് ജലസേചനത്തിനായി വെള്ളം ലഭിക്കാതെ വന്നതോടെയാണ് പ്രാർത്ഥനയുമായി തമിഴ്നാട് കർഷക സംഘം രംഗത്തെത്തിയത്. തേനി, ദിണ്ടിഗൽ, മധുര, രാമനാഥപുരം, ശിവഗംഗ എന്നീ 5 ജില്ലകളിലെ ജനങ്ങളുടെ കുടിവെള്ളത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും മുല്ലപ്പെരിയാർ അണക്കെട്ട് പ്രാഥമിക ജലസ്രോതസ്സാണ്. തേനി ജില്ലയിൽ 14,707 ഏക്കർ സ്ഥലത്തെ കൃഷിക്ക് അവിടുത്തെ കർഷകർ ആശ്രയിക്കുന്നതത്രയും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളമാണ്. ഒന്നാം വിള ഇറക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ ആദ്യവാരം അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം തുറന്നുവിടുക പതിവായിരുന്നു. എന്നാൽ ഈ വർഷം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ ഇതുവരെ വെള്ളം തുറന്നുവിട്ടിട്ടില്ല. അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയുടെ അഭാവം മൂലം അണക്കെട്ടിലെ ജലനിരപ്പ് കുറഞ്ഞു വരികയാണ്. നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ് 112.90 അടിയാണ്. ഇത് താരതമ്യേന കുറവും. ഇതോടെയാണ് പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിനും കൃഷിക്കാവശ്യത്തിന് വെള്ളം ലഭ്യമാക്കുന്നതിനുമായി തമിഴ്നാട് കർഷക സംഘം സർവ്വമത പ്രാർത്ഥന സംഘടിപ്പിച്ചത്. തേനിയിലെ 5 ജില്ലാ കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥന. അണക്കെട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം തുറന്നുവിടുന്ന തേക്കടിയിലെ സ്പിൽവേ ഷട്ടറിന് സമീപമാണ് പ്രാർത്ഥന നടത്തിയത്. തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് സമീപമുള്ള ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തി. പൂജിച്ച ജലം പെരിയാറിലൊഴുക്കി. ക്രിസ്ത്യൻ, ഇസ്ലാം മതാചാരപ്രകാരവും പ്രാർത്ഥനകൾ നടന്നു. കർഷകർക്ക് പുറമെ സർക്കാർ ഉദ്യോഗസ്ഥരും ചടങ്ങുകളിൽ സന്നിഹിതരായി. കൈരളി ന്യൂസ്, ഇടുക്കി.